ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതിനുമായവൻ വാഴ്ത്തപ്പെടാവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മോട്ട് ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. എന്നുണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശു മശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർദ്ദമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവേ, പഠിത്തമില്ലാത്തവരും ഭോഷന്മാരുമായിരുന്ന മീൻപിടുത്തക്കാർ നിന്നോട് ചേർന്ന് നിന്റെ ശിഷ്യന്മാരായി തീർന്നപ്പോൾ ലോകത്തിലെ തത്വജ്ഞാനികൾ പോലും അവരെ ജയിപ്പാൻ കഴിയാത്തവണ്ണം ജ്ഞാനികളും സമർത്ഥന്മാരുമായി ഭേദപ്പെട്ടതുപോലെ ഞങ്ങൾ നോമ്പാലും പ്രാർത്ഥനകളാലും സകല സൽപ്രവൃത്തികളാലും നിന്നോട് ചേർന്ന് നിനക്കുള്ളവരായിരിക്കാനും നിന്റെ തിരുവിഷ്ടം ചെയ്ത് ജീവിപ്പാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ സ്ലീഹന്മാർ ലോകമൊക്കെയുടെയും രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അനേകായിരം ആത്മാക്കൾക്ക് അവർ രക്ഷയുടെ കാരണക്കാരായി തീരുകയും ചെയ്ത പ്രകാരം കർത്താവേ, ഞങ്ങളും നിന്നെ സത്യമായി സ്നേഹിച്ച് സൽപ്രവൃത്തികളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട് പലരുടെയും രക്ഷയ്ക്ക് കാരണക്കാരായി തീരണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള പുറജാതികൾ ഞങ്ങളുടെ നല്ല നടപടികളെയും ഞങ്ങളുടെ നേരെയുള്ള നിന്റെ സ്നേഹത്തെയും ഞങ്ങളിടയിൽ നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെയും കണ്ട് ഞങ്ങളോടുകൂടെ നിന്റെ തൊഴുത്തിൽ ചേരുവാനും നിന്റെ തിരുനാമം ഭൂലോകമൊക്കെയിലും മഹത്വപ്പെട്ട് പോഴ്ത്തപ്പെടുവാനും ആകൽക്കുറസാൽ ലജ്ജിപ്പാനും ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതായ സകല പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും പ്രത്യേകാൽ കൊറോണ എന്ന മഹാമാരിയെയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും നേരിടുവാനുള്ള ആത്മശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിടയിലെ രോഗികളെ നീ സൗഖ്യപ്പെടുത്തണമേ. മനോദുഃഖിതർക്ക് നീ ആശ്വാസം പകരണമേ. വിവിധങ്ങളായ വിഷയങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് നീ സങ്കേതവും സഹായവുമായിരിക്കണമേ. ഞങ്ങൾ നിന്നിൽ ആശ്രയിച്ച് നിന്റെ തിരുവിഷ്ടം പ്രവർത്തിച്ച് ജീവിച്ച് നിന്റെ അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധിയായി പ്രാപിച്ച് നിന്റെ സാക്ഷ്യം വഹിപ്പാനും തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ള സകലരെയും നിന്റെ ദർശനത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് ആശ്വാസം നല്ല ഓർമ്മ നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നാളും മഹത്വപ്പെടുത്തുമാറാകണമേ. ആമീൻ.
In the name of the Father, Son, and the Holy Spirit. We have entered the Lent in honor of the Holy Apostle since yesterday, 16th June. This Lent is observed for 13 days. These 13 days are for remembering the faithful life of apostles. According to Mark chapter 3, verse 14, he appointed 12 that they might be with him and that he might send them out to preach. After a night of prayer on a mountain, Jesus called his followers together and formally chose 12 from them to serve as apostles: Peter, Andrew, James, John, Philip, Bartholomew, Matthew, Thomas, James, Simon, Judas, and Judas Iscariot, who became a traitor later. Why 12? It was no accident that he chose 12. The Israelites were divided into 12 tribes, and as Jesus called out on new people for himself, he starts with 12 men who will form the basis of New Israel. This is mentioned in Revelation chapter 21, verses 12 to 14. Purpose of the apostle was to be with him, to preach, to heal, and to release from devil. The power of the Lord was clearly at work in calling these men, but it is doubtful whether they knew the full extent of what they were signing up for when they began their journey as Jesus' disciples. They knew that they had to leave their current job and the security that those gave. But it was only as Jesus neared the end of his earthly life that he explained to them the real cost of discipleship. What Jesus required from the followers was the willingness to give up everything for him. He put it on a very strict term when he said to anyone who wanted to follow him must take up the cross and follow him. Luke chapter 9, verse 23. In other words, they were to be prepared to die for him. And yet, what Jesus asked of his disciples wasn't more than what he was willing to do himself, as he demonstrated when he freely gave his own life on the cross as a once for all sacrifice on human sin. Jesus died and resurrected at the age of 33. Without Jesus, all these apostles were in the thinking to go back to their normal activities, that they were into before being appointed as apostles. Before Jesus ascended to heaven, he graduated his disciples according to the custom of rabbi. He instructed them to go and proclaim the good news of the kingdom, and in addition, he told them that they would be able to do everything that he taught them to do. Matthew chapter 28, verse 19 to 20. The book of Acts and the subsequent history of the church reveals that Jesus' disciples did precisely that. Through their witnesses and work, the disciples, so-called apostles, that is, sent ones, fearlessly preached the death and the resurrection of Jesus, indicated the arrival of the new way of living, and performed mighty miracles to back up their claims. As commanded, they took gospel to the end of the earth. Christ established the pattern for all his disciples with his initial choosing of the 12. As Jesus made clear throughout the gospel that his apostles were made clear throughout their New Testament writings, not everyone who calls Jesus Savior can be counted as a disciple. To follow Jesus means today what it was always meant. A disciple must devote his or her entire life to follow the Lord, train as a student, and study his word. Eventually, the disciple will be able to do everything his master has called him to do. Each one of us has this responsibility. Our liturgy is so well designed that it's concluded by reminding us of this responsibility. Blessing of the priest. Depart you in peace, our brethren and our beloved ones, as we command you to the grace and mercy of the Holy and the glorious Trinity, with the provisions and the blessings which you have received from the atoning altar of the Lord. I am concluding by leaving you all a thought. Is it really only the remembrance of the holy apostles makes this feast? I believe that practicing what is being taught will make this feast a real feast. Go, make disciples of all nations, baptizing them in the name of Father and of the Son and the Holy Spirit. Matthew chapter 28, verse
19. Thank you each one of you. I would like to thank Achan for giving me this opportunity here. Thank you. സ്നേഹനാഥായേശുവേ എന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. സ്നേഹനാഥായേശുവേ എന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. ഹൃദയത്തിൻ കോവിലിൽ പ്രഭ തൂകും ദീപമായി നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥായേശുവേ എന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. ശൂന്യതാബോധവും അതിൻ്റെ ശോകമാം ഭാവവും അണിഞ്ഞ് ശൂന്യതാബോധവും അതിൻ്റെ ശോകമാം ഭാവവും അണിഞ്ഞ് തളർന്നിടുമ്പോൾ തകർന്നിടുമ്പോൾ ഭീതിയേറിടുമ്പോൾ മരുഭൂവിൽ ജലം തേടും പതികനാമെൻ്റെ വീതിയിൽ നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥായേശുവേ എന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. പാപമാം കൂരിരുൾ നിറഞ്ഞും ക്ലേശമാം ക്രൂശുകൾ ചുമന്നും പാപമാം കൂരിരുൾ നിറഞ്ഞും ക്ലേശമാം ക്രൂശുകൾ ചുമന്നും ഒഴഞ്ഞിടുമ്പോൾ വീണിടുമ്പോൾ ആദിയേറിടുമ്പോൾ എരിതീയിൽ കുളിർ തേടും വന്ദനാമെൻ്റെ മാനസേ നീ വരുമ്പോൾ ജീവിതം ധന്യമായി. സ്നേഹനാഥായേശുവേ എന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. ഹൃദയത്തിൻ
പുഷ്പമായി നീ വരുമ്പോൾ ജീവിതം ധന്യമായി സ്നേഹനാഥായേശുവേ എന്നെ സ്വാഗതം ചെയ്യൂ ഞാനിതാ. In the name of the Father, and of the Son, and of the Holy Spirit, one true God. Amen. Good evening, one and all. We are in the season of Apostles' Fast. As we all know, Church has got 5 canonical fasting seasons, namely the 20-day fast, which is before the Christmas, the 3-day fast or the Nineveh fast, the 50-day fast or the Great Lent fast, the 13-day fast, the Apostles' fast, which we are in now, and fifth and the last one is the 15-day fast or the Dormition fast. We could see that the fasts are more or less evenly spread out throughout the year, which seems that Church does not want us to be devoid of fasting seasons for a long time. But what's the point of fasting? Why fast? Fast is considered or prescribed by the Church as an essential tool or instrument towards the goal of Christian perfection. The Great Lent liturgy, which we all are so familiar with, reminds us continuously of the benefits of fasting and how Old Testament heroes like Moses, Elijah, and even Jesus Christ fasted. While there are various levels of fasting, what fasting essentially does is gives us a pause from our routine indulgences, exposes our dependencies, and to some extent gives us a periodic liberation from those dependencies. But above all, fast reorients us towards a spiritual journey towards God. Now, coming to our today's subject, Apostles' Fast. What is Church teaching us through Apostles' Fast? I think Church is reminding us to reorient our life as Christians, which also means disciples of Christ, by contemplating on life and witness of apostles. Following the command of Jesus Christ in the final commission, "Go therefore, make disciples of all nations, baptizing them in the name of the Father, the Son, and the Holy Spirit, teaching them to obey everything I have commanded you," the apostles went to different places. And today, if we are Christians, it's because of the obedience of this command and the chain of discipleships that came from one generation to another, where this command was passed on and carefully observed. We have the same great commissioning heralded to us. We are called to be the apostles and disciples of Christ in our own generation. And this is a lifelong discipleship journey. Today I would like to bring to our reflection 4 guideposts concerning this discipleship journey. Of course, this is not exhaustive, and this is my personal reflection, which I thought would be beneficial for all of us. Number 1 is choosing the master. Number 2 is knowing the master's heart. Number 3 is doing his will. And number 4 is love for suffering. So number 1, choosing the master. Jesus Christ said, "You can't serve 2 masters. You will serve the one and hate the other." From the life of apostles and the saints of the church, it is clear that they all made a very decisive and a crystal clear call concerning who is their master. He called his disciples while they were still busy serving their earthly masters, and their response was leaving everything and following Jesus. The Gospels, we read how the apostles
the first four apostles left their thriving fishing business and their father's business and followed Jesus. And the same is followed by all disciples and saints whoever followed Jesus from then on. In our discipleship journey, we have to sooner or later take this call. Who is our master? And to whom is our allegiance and whom will we obey? It's definitely not an easy call, but an extremely critical and decisive call. Jesus Christ prescribes, "Seek ye first the kingdom of God, and all these things will be added unto you." The second point is knowing the master's heart. Even in a secular job or a corporate job, to be successful, one needs to know what is in the boss's mind. Now, how can one learn about that? I could think of two ways. One is either the person directly works along with the boss and know his working style and his mind, or he could speak to somebody who has been working for a long time with his boss and understand his style and his mind. In the spiritual realm as well, our Lord has given us, through the liturgy of the church, through the word that is the Bible that is present inside the church, through the life and writings of the church fathers, what is his mind and his heart. And without knowing our master's mind, we will not be able to make any progress in the discipleship journey. So we need to do our part in continuously seeking his heart. The third point is doing his will. Now that we have known the heart of the master, the next step is to do his will. Now, human will is one of the most sacred privileges that God has given to us, and in no way he is going to violate that. He has given this free will to us to choose what is to be done in our lives. But to make any progress in the discipleship journey, we need to focus on seeking his will and doing his will rather than our own wills. Now, in general, we tend to push our own will and painting it as God's will. It needs an honest self-examination and guidance of the Holy Spirit in humility and submission to know God's will. We need to have the attitude of Saint Mary. She wholeheartedly accepted the divine will in obedience and humility and joy, while she said, "Behold, I am the handmaid of the Lord. Let it to me according to your word." And the fourth point is love for suffering. The witness of the apostles and the church fathers confirm that the path of discipleship and spiritual progress is paved with suffering, which our Master allows us for our sanctification. The love for suffering comes from the deep trust that God allows all things in our lives for our good, even suffering. On the other hand, the lack of pain, the lack of suffering, the lack of humiliation, and a life filled with riches, fortunes, comforts, honor can be considered as a sure sign that we are moving in a wrong direction. This is love for suffering has been a consistent orthodox teaching, and it confirms and directs us in the right way. Considering all these four aspects, it looks that the call for discipleship is a tall order. But we also need to remember that the apostles whom we are commemorating in these days were simple and illiterate people, raw human beings, and they fell continuously in their journeys. But our Lord and Master lifted them up and strengthened them to become the saints of the church.
May the lives and the prayers of the holy apostles and all the saints inspire us and give us the courage in our own personal discipleship journey. May the Holy Spirit strengthen us in this regard. Wish you all a blessed Apostles' Fast. All glory be to the Father, and to the Son, and to the Holy Spirit, forever and ever. Amen. Bless me, O Lord, in the name of the Father, and of the Son, and of the Holy Spirit, one true God. Amen. Heavenly Father, you are a refuge and a fortress, our God, in whom we trust. God of power and might, we lift our brothers and sisters to you. We pray for all the healthcare workers who risk their lives each day to heal and care for the sick, with supplies that are running out, that they receive the medicine and equipment they need to give a vital treatment. O Lord, strengthen our innermost being with your love that bears all things, even the weight of this global pandemic. May your love that never fails strengthen the weak, encourage the fearful, calm the anxious, heal the sick through your church. Your washed hands and feet on earth, distant but still present, virtual but still connected, apart but still helping. O Lord, have mercy on us and hear our prayers. We pray for the society to stay strong to fight against these diseases. Heavenly Father, we align at your footstool at this time to ask your abundant blessings and mercies. You selected uneducated and illiterate people to confess your true faith to the Gentiles. You blessed them and made them full of Holy Spirit, and they became your holy apostles. We, being feeble and sinful, pray at your presence to receive the wisdom that you gave to your apostles, so that our humankind grows in your wisdom and do righteous work, through which we will be saved from the deadly problems we are currently going through. May the holy intercession of our loving apostles be a strong hold to us. May the love of the Father and the grace of the Holy Begotten Son and the communion and indwellings of the Holy Spirit be with all our loved ones, our prayer requests with all our patience, and especially with our departed souls, now and always, forever and ever. Amen. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.